ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത് പോലെ അസ്വാഭാവികമായ മറ്റൊന്നും ഈ ലോകത്തിലില്ല. ബി ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച ലാലേട്ടൻ ചിത്രം വില്ലന്റെ ഒഫീഷ്യൽ ടീസർ എത്തി. പറഞ്ഞതുപോലെ കൃത്യം 12 മണിക്ക് തന്നെ 1 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുണ്ട് ടീസറിന്. ലാലേട്ടനെ കൂടാതെ മഞ്ജു വാര്യർ, വിശാൽ, ഹൻസിക എന്നിവരും ചിത്രത്തിലുണ്ട്. സൽമാൻ ഖാന്റെ ബജ്രംഗി ഭായ്ജാനും രജനിയുടെ ലിംഗയും നിർമ്മിച്ച റോക്ക് ലൈൻ വെങ്കടേഷാണ് ഈ ചിത്രത്തിന് പണം മുടക്കിയത്. ഇനി ടീസറിലേക്ക് വരാം. 1 മിനിറ്റ് ദൈർഘ്യമുള്ള വില്ലന്റെ ടീസറിൽ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ നിറഞ്ഞു നിൽക്കുകയാണ് ലാലേട്ടൻ. ടീസറിൽ 2 ലുക്കാണ് ലാലേട്ടനുള്ളത്. നെഗറ്റീവ് ടച്ചുള്ള ഒരു പവർഫുൾ കഥാപാത്രമാണ് മാത്യു മഞ്ചൂരാൻ. ഈ മാത്യു മഞ്ചൂരാൻ എന്നത് ലാലേട്ടൻ ചെയ്യുന്ന കഥാപാത്രമാണ്. ടീസറിൽ കാണുന്നത് പോലെ തന്നെ ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. മാത്യു മഞ്ചൂരാൻ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. ടീസറിലെ ലാലേട്ടന്റെ 2 ലുക്കിൽ ഒന്ന് യങ് ഏജും മറ്റേത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞുള്ളതുമായിരിക്കാം. മികച്ച സിനിമാറ്റോഗ്രഫി, ഗുഡ് ഏരിയൽ ഷോട്ട്സ്, ടീസറിനോട് നീതി പുലർത്തുന്ന BGM, ലാലേട്ടന്റെ മാസ് ഫൈറ്റ് സീൻസ്, മൊത്തത്തിൽ ഒരു നല്ല ടീസറാണിത്. പക്ഷേ ഒരു പുതുമ തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഒരു ഫ്രഷ്നെസ് ഇല്ലാത്തതുപോലെ തോന്നി. ചിത്രം ഒരു ക്ലീഷേ ആകാതിരുന്നാൽ മതിയായിരുന്നു. ഗുഡ് ഈസ് ബാഡ് എന്ന ടാഗ് ലൈനിലൂടെ എത്തുന്ന വില്ലൻ പൂർണ്ണമായും 8Kയിൽ ഷൂട്ട് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായിരിക്കും. വില്ലൻ ഒരു നല്ല സിനിമയാകട്ടെ. ടീസർ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എല്ലാവർക്കും ടീസറിനെ കുറിച്ച് എന്തൊക്കെയാണ് തോന്നിയതെന്ന് അറിയാലോ. പിന്നെ നാളെ ബാഹുബലി ഇറങ്ങും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തിയേറ്ററിലേക്ക് പോവാം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. നന്ദി.